ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 2-ലെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന ടോപ്പിക്കാണ്. അപ്പോൾ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ്? ഇറ്റ് ഈസ് ദ സ്പേസ് ഓർ റീജിയൻ അറൗണ്ട് എ മാഗ്നറ്റ് ഇൻ വിച്ച് ദ മാഗ്നറ്റിക് എഫക്റ്റ് ക്യാൻ ബി ഡിറ്റക്റ്റഡ്. അതായത് ഇറ്റ് ഈസ് ദ സ്പേസ് അറൗണ്ട് എ മാഗ്നറ്റ് വേർ ഇറ്റ്സ് എഫക്റ്റ് ക്യാൻ ബി ഫെൽറ്റ്. അത്രയേ ഉള്ളൂ. ഒരു മാഗ്നറ്റിൻ്റെ അറൗണ്ട് ഉള്ള ഒരു സ്പേസ് ആണ്. ആ മാഗ്നറ്റിൻ്റെ മാഗ്നറ്റിക് എഫക്റ്റ് നമുക്ക് ഫെൽറ്റ് ചെയ്യാൻ പറ്റുന്നു. Suppose that a bar magnet is placed on a plane surface and iron fillings are sprinkled on the surface around the magnet. On tapping the plane gently, iron fillings are found to arrange themselves in a certain pattern, and this proves that in the space around the magnet, the influence of the magnet exists. So it is further important to observe that the iron fillings arrange themselves along certain lines as shown in the figure, and these lines are called magnetic field lines from closed loops, leaving the magnet at its north pole and entering at its south pole. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഈസ് എ സ്പേസ് അറൗണ്ട് എ മാഗ്നറ്റ് വേർ ഇറ്റ്സ് എഫക്റ്റ് ക്യാൻ ബി ഫെൽറ്റ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മാഗ്നറ്റിൽ എന്താണ് അയൺ ഫില്ലിങ്സ് അട്രാക്ട് ചെയ്യണ ആരെയും നമുക്കറിയാം അല്ലേ. അപ്പോൾ അവർ ആ മാഗ്നറ്റിൽ അറേഞ്ച് ആവുന്നത് ഒരു സർട്ടൺ പാറ്റേണിലാണ്. ദേ ഫോം ക്ലോസ്ഡ് ലൂപ്സ്. എപ്പോഴും ആ ക്ലോസ്ഡ് ലൂപ്സ് ഫോം ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണ്. എന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. അപ്പോൾ ഈ അയൺ ഫില്ലിങ്സ് ഈ മാഗ്നറ്റിന് ചുറ്റും അറേഞ്ച് ആവും ഇൻ എ സർട്ടൺ പാറ്റേൺ. അതെപ്പോഴും നോർത്ത് പോളിനെ ലീവ് ചെയ്യുക, അതേപോലെ സൗത്ത് പോളിനെ എൻ്റർ ചെയ്യുക, ആ ഒരു രീതിയിലായിരിക്കും അറേഞ്ച്ഡ് ആവുക. ഓക്കെ, സോ അതാണ് നമുക്ക് ആ ഫിഗറിനകത്ത് കാണിച്ചിട്ടുള്ളത്. സോ എ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ഈസ് ആൻ ഇമാജിനറി ലൈൻ ഇൻ സ്പേസ്. ദ ഫീൽഡ് ലൈൻസ് ആർ ക്ലോസർ ലൂപ്സ് റണ്ണിങ് ഫ്രം നോർത്ത് പോൾ ടു സൗത്ത് പോൾ ത്രൂ ദി എയർ ആൻഡ് ഫ്രം സൗത്ത് പോൾ ടു നോർത്ത് പോൾ ത്രൂ ദി മാഗ്നറ്റ്. അപ്പോൾ ഫീൽഡ് ലൈൻസ് എപ്പോഴും ക്ലോസ്ഡ് ലൂപ്സ് ഫോം ചെയ്യും. ആൻഡ് ത്രൂ ദി എയർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഫ്രം നോർത്ത് പോൾ ടു സൗത്ത് പോൾ ആയിരിക്കും. ത്രൂ ദ മാഗ്നറ്റ് ഇറ്റ് വിൽ ബി ഫ്രം സൗത്ത് പോൾ ടു നോർത്ത് പോൾ. എപ്പോഴും അങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്ലോസ്ഡ് ലൂപ്സ് ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ഇനി എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ്? മാഗ്നറ്റിക് ഫ്ലക്സ് റെപ്രസെൻറ്റ്സ് ദ ടോട്ടൽ നമ്പർ ഓഫ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഒരു മാഗ്നറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് ആണ് മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. ആൻഡ് നമ്മളത് ഡിനോട്ട് ചെയ്യുക ഗ്രീക്ക് ലെറ്റർ ഫൈ ഉപയോഗിച്ചിട്ട് ഡിനോട്ട് ചെയ്യും. ആൻഡ് അതിൻ്റെ യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഇസ് വെബർ. ഓക്കെ, ഇനി നോർത്ത് പോൾ ഓഫ് പോൾ സ്ട്രെങ്ത് മില്ലി വെബർ വുഡ് റേഡിയേറ്റ് എ മാഗ്നറ്റിക് ഫ്ലക്സ് ഓഫ് മില്ലി വെബർ. അപ്പോൾ നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് നോക്കാം. ദ ഫ്ലക്സ് പാസിംഗ് ത്രൂ എ യൂണിറ്റ് ഏരിയ ത്രൂ എ പ്ലെയിൻ അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ പ്ലെയിൻ ഈസ് ഡിഫൈൻഡ് ആസ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ ബി ആൻഡ് ദ യൂണിറ്റ് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഈസ് ടെസ്ല, അല്ലെങ്കിൽ വെബർ പെർ മീറ്റർ സ്ക്വയർ. യൂണിറ്റ് ടെസ്ല തന്നെയാണ് വെബർ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്നതും. സോ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ, ഒരു യൂണിറ്റ് ഏരിയയിലൂടെ പാസ് ചെയ്യുന്ന ഫ്ലക്സ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ പ്ലെയിൻ. അത് പ്ലെയിനിനോട് എപ്പോഴും എന്തായിരിക്കും പാസ് ചെയ്യുന്ന ഒരു പ്ലെയിൻ ഉണ്ട്, ആ പ്ലെയിനിൻ്റെ യൂണിറ്റ് ഏരിയയിലൂടെ പാസ് ചെയ്യുന്ന ഫ്ലക്സ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി. ഇഫ് 5 webers of magnetic flux is passing normally through an area of a meter square, the magnetic flux density B is given by B is equal to equation B is equal to 5 by A. അതാണ് നമ്മുടെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ B ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഇതാണ്, B is equal to 5 by A. വേർ 5 നമുക്കറിയാം മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. എ എന്ന് പറയുന്നത് ആ ഒരു ഏരിയ, നമ്മൾ എടുത്തിരിക്കുന്ന ഏരിയ. സോ ദ ഫ്ലക്സ് പാസിങ് നോർമലി ത്രൂ ആൻ ഏരിയ എ ആണെങ്കിൽ അവിടുത്തെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി B is equal to 5 by A ആയിരിക്കും. നൗ എന്താണ് പെർമിയബിലിറ്റി? ദ എബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു കണ്ടക്ട് മാഗ്നറ്റിക് ഫ്ലക്സ് ത്രൂ ഇറ്റ് ഈസ് കോൾഡ് പെർമിയബിലിറ്റി. അതായത് മാഗ്നറ്റിക് ഫ്ലക്സിനെ കണ്ടക്ട് ചെയ്യാനുള്ള ഒരു മെറ്റീരിയലിൻ്റെ എബിലിറ്റി, അതാണ് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ മ്യൂ ആണ്. ആൻഡ് ദ പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ഓർ എയർ അതെപ്പോഴും നമ്മൾ മ്യൂ നോട്ട് എന്നാണ് ഡിനോട്ട് ചെയ്യുക. ആൻഡ് ഇറ്റ്സ് വാല്യൂ ഇൻ SI യൂണിറ്റ് ഈസ് 4π × 10⁻⁻⁷ ഹെൻറി പെർ മീറ്റർ ആണ്. അപ്പോൾ ഈ മ്യൂ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടതാണ്. mu naught is equal to 4 pi into 10⁻⁻7 Henry per meter ആയിരിക്കും. അപ്പോൾ mu naught എന്ന് പറഞ്ഞാൽ എന്താണ്? പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്ന് പറയും, അല്ലെങ്കിൽ പെർമിയബിലിറ്റി ഇൻ എയർ. ഓക്കെ, ഇനി റിലേറ്റീവ് പെർമിയബിലിറ്റി. Relative permeability of a material relative to that of free space or air, it is denoted by mu r. അപ്പോൾ റിലേറ്റീവ് പെർമിയബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന മെറ്റീരിയലിൻ്റെ അബ്സല്യൂട്ട് പെർമിയബിലിറ്റി ഡിവൈഡഡ് ബൈ പെർമിയബിലിറ്റി ഓഫ് എയർ ആണ്. അപ്പോൾ ആബ്സല്യൂട്ട് പെർമിയബിലിറ്റി ഓഫ് ദ മെറ്റീരിയൽ ആണ് mu ആൻഡ് പെർമിയബിലിറ്റി ഓഫ് എയർ ആണ് mu naught. അപ്പോൾ റിലേറ്റീവ് പെർമിയബിലിറ്റി വിൽ ബി mu r is equal to mu by mu naught or mu is equal to mu naught mu r. അപ്പോൾ എയറിൻ്റെ കേസിൽ റിലേറ്റീവ് പെർമിയബിലിറ്റി ഈസ് ഓൾവേസ് ഈക്വൽ ടു 1 ആയിരിക്കും. ദാറ്റ് ഈസ് mu r ഈക്വൽ ടു 1 ആയിരിക്കും ഫോർ എയർ. നൗ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഓർ മാഗ്നറ്റൈസിങ് ഫോഴ്സ് എന്താണ് നോക്കാം. മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി അറ്റ് എനി പോയിന്റ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ യൂണിറ്റ് നോർത്ത് പോൾ പ്ലേസ്ഡ് അറ്റ് ദാറ്റ് പോയിന്റ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ എച്ച്. എച്ച് ആണ് ഡിനോട്ട് ചെയ്യുന്നത്. It is denoted by the letter h and the unit of h is Newton per ver. Relation between B, h and mu. Magnetic field intensity or magnetizing force. Magnetic field intensity at any point in a magnetic field is the force experienced by unit north pole placed at that point, denoted by the letter h ആണ്. Magnetic field intensity യുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ വെബർ ആണ്. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് അതർവൈസ് നമ്മൾ പറയും ഇസ് എ മെഷർ ഓഫ് ദ എബിലിറ്റി ഓഫ് എ മാഗ്നറ്റൈസ്ഡ് ബോഡി ടു പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇൻ അതർ മാഗ്നറ്റിക് സബ്സ്റ്റൻസ്. അങ്ങനെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റീനെ ഡിഫൈൻ ചെയ്യാറുണ്ട്. ഇനി നമുക്ക് റിലേഷൻ ബിറ്റ്വീൻ ബി, എച്ച് ആൻഡ് മ്യൂ നോക്കാം. സോ കൺസിഡർ എ ബാർ ഓഫ് മാഗ്നറ്റിക് മെറ്റീരിയൽ പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് സ്ട്രെങ്ത് h Newton per Weber, resulting in magnetic flux density B Weber per meter square in the bar. Then the absolute permeability of the material of the bar is given by mu is equal to B by h. അത് ആണ് relation between B, h and mu. It's a very important equation. Mu is equal to B by h. Then B is equal to mu h or mu naught mu r into h. Next important topic ആണ് MMF, magneto-motive force. The magnetic pressure which set up magnetic flux in a magnetic circuit is called magneto-motive force. അതായത് ഒരു മാഗ്നറ്റിക് സർക്യൂട്ടിനകത്ത് ഒരു മാഗ്നറ്റിക് ഫ്ലക്സിനെ സെറ്റപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫ്ലക്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു മാഗ്നറ്റിക് പ്രഷറാണ് മാഗ്നറ്റിക് മോട്ടീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ആസ് നമ്മളൊരു ഇലക്ട്രിക് സർക്യൂട്ട് എടുക്കുമ്പോൾ അതിൽ കറണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? ഇ എം എഫ് ആണ്. സോ ഇ എം എഫ് ഒരു കറണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ ഇവിടെ എം എം എഫ് ആണ് ഒരു മാഗ്നറ്റിക് ഫ്ലക്സിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻ ദ മാഗ്നറ്റിക് സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്തെന്ന് പറയാം, ഇറ്റ് ഈസ് അനലോഗസ് ടു ഇ എം എഫ്. അതായത് എം എം എഫ് ഈസ് അനലോഗസ് ടു ഇ എം എഫ് ഇൻ ദ ഇലക്ട്രിക് സർക്യൂട്ട് എന്ന് പറയാം. ഓക്കെ, കൺസിഡർ എ കോയിൽ n turns carrying a current of 1 ampere. MMF is equal to number of turns in the coil into current ആണ്. അപ്പോൾ MMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ number of turns of coil into current. That is MMF is equal to N into I. And the unit will be ampere turns. Number of turns എന്ന് പറയുമ്പോൾ turns and currentൻ്റെ യൂണിറ്റ് ആണ് ampere. So MMF is equal to N into I ആണ്. So the unit of MMF is ampere turns. നെക്സ്റ്റ് ടേമാണ് റിലക്റ്റൻസ്. ദ ഒപ്പോസിഷൻ ഓഫേർഡ് ടു ദ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇൻ എ മാഗ്നറ്റിക് സർക്യൂട്ട് ഇസ് കോൾഡ് റിലക്റ്റൻസ്. ഒരു മാഗ്നറ്റിക് സർക്യൂട്ടിൽ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന് ഒരു ഒപ്പോസിഷൻ ഉണ്ട്, അതാണ് റിലക്റ്റൻസ് എന്ന് പറയുന്നത്. ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ എസ് ആണ്. റിലക്റ്റൻസ് ഈസ് അനലോഗസ് ടു റെസിസ്റ്റൻസ് ഇൻ ആൻ ഇലക്ട്രിക് സർക്യൂട്ട്. ഒരു ഇലക്ട്രിക് സർക്യൂട്ടിനകത്ത് കറണ്ടിനെ ഒപ്പോസ് ചെയ്തിട്ട് റെസിസ്റ്റൻസ് ഉള്ളതുപോലെയാണ് ഇവിടെ
മാഗ്നറ്റിക് ലൈൻ ഓഫ് ഫോഴ്സിന് ഒപ്പോസ് ചെയ്തിട്ട് എന്തുള്ളത് റിലക്റ്റൻസ് ഉള്ളത്. അതുകൊണ്ട് we can say that reluctance is analogous to resistance in an electric circuit and the unit is ampere turns per Weber ആണ് യൂണിറ്റ്. Okay, then reluctance S is equal to L by mu into A or is equal to L by mu naught mu R into A because we know that mu is equal to mu naught mu R. So അതവിടെ substitute ചെയ്യുമ്പോൾ L by mu naught mu R into A, where L is the length of the magnetic path, mu naught is the permeability of free space, mu R is the relative permeability, and A is the cross-sectional area. So reluctance is nothing but an opposition offered to the magnetic lines of force, like resistance in the electric circuit. Next is permeance. Permeance is the reciprocal of reluctance and it is expressed in Weber per ampere turns. Permeance is equal to 1 by reluctance is equal to magnetic flux divided by mmf, or reluctance is equal to mmf by magnetic flux. So reluctance in രണ്ട് ഇക്വേഷൻസ് ആണ് മെയിനായിട്ട് നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. റിലക്റ്റൻസ് is equal to L by mu naught mu R into A and reluctance is equal to mmf divided by magnetic flux. Now comparison between magnetic and electric circuit. അപ്പോൾ നമുക്ക് ഒന്ന് കമ്പയർ ചെയ്യാം. മാഗ്നറ്റിക് സർക്യൂട്ടിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഈക്വൽ ടു mmf ബൈ റിലക്റ്റൻസ് ആണെങ്കിൽ ഇൻ ഇലക്ട്രിക് സർക്യൂട്ട് കറണ്ട് ഈക്വൽ ടു emf ബൈ റെസിസ്റ്റൻസ്. ഇൻ മാഗ്നറ്റിക് സർക്യൂട്ട് റിലക്റ്റൻസ് S is equal to L by mu A. In electric circuit resistance R is equal to rho L by A, that is equal to L by sigma A. In magnetic circuit permeance equal to 1 by reluctance. In electric circuit conductance equal to 1 by resistance. Our next topic is magnetization curve or BH curve. So what is a BH curve? It is a graph between the flux density B and magnetizing force H of a magnetic material. So the following figure shows the BH curve for cast iron. ഒരു cast ironന്റെ BH curve ആണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് അവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അവിടെ ലെങ്ത് ഓഫ് ദ അയൺ കോർ ഇസ് L മീറ്റർ ആൻഡ് ക്രോസ് സെക്ഷണൽ ഏരിയ A മീറ്റർ സ്ക്വയർ ആണ്. ദെൻ ദ റിലക്റ്റൻസ് ഇസ് ഗിവൺ ബൈ L by mu A ആൻഡ് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഇൻസൈഡ് ദ സോളിനോയിഡ് ഇസ് ഈക്വൽ ടു Ni by L ആയിരിക്കും. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കോമ്പോസിറ്റ് മാഗ്നറ്റിക് സർക്യൂട്ട് അഥവാ സീരീസ് മാഗ്നറ്റിക് സർക്യൂട്ട്. So in several cases, the magnetic circuit consists of several regions of different materials and different dimension. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. And the figure shows 4 regions A, B, C, D with the length L1, L2, L3 and Lg respectively. The area of cross sections are A1, A2, A3 and A4 respectively. AG. Each of these regions has different reluctance. Then the total reluctance of the circuit is the sum of individual reluctances. അപ്പോൾ റിലക്റ്റൻസിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം ഇസ് ഈക്വൽ ടു L by mu A ആണ്. നമുക്ക് ഗിവൺ സർക്യൂട്ടിൽ ഡിഫറെൻറ്റ് റീജിയൻസ് ആണ്, അത് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു എയർ ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് അല്ലേ. സോ അവിടെ നമ്മൾ ടോട്ടൽ റിലക്റ്റൻസ് എങ്ങനെ കാണും? ഇറ്റ് ഈസ് നത്തിങ് ബട്ട് സം ഓഫ് ഇൻഡിവിജ്വൽ റിലക്റ്റൻസ്. ഇൻഡിവിജ്വലി ഓരോന്നിൻ്റെയും റിലക്റ്റൻസ് കണ്ടുപിടിക്കുക, ടോട്ടൽ സം എടുക്കുക. സോ ടോട്ടൽ റിലക്റ്റൻസ് ഈക്വൽ ടു L1 by mu 1 A1 പ്ലസ് L2 by mu 0 A2 പ്ലസ് L3 by mu 0 A3 പ്ലസ് Lg by mu 0 Ag. G പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്
എയർ ഗ്യാപ്പിനെയാണ്. അത് ആ ഫിഗറിൽ നമുക്ക് D എന്ന റീജിയൻ ആണ് എയർ ഗ്യാപ്പ്. where mu1, mu2, mu3 and mu0 are the permeability of A, B, C and air gap respectively. Okay. Flux phi equal to mmf by total reluctance ആണ്. ബിക്കോസ് നമ്മളിപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞു റിലക്റ്റൻസ് ഈക്വൽ ടു mmf ഡിവൈഡഡ് ബൈ ഫ്ലക്സ് ആണ്. ദെൻ ഫ്ലക്സ് ഈക്വൽ ടു mmf ബൈ ടോട്ടൽ റിലക്റ്റൻസ് വെച്ച് ഫ്ലക്സും കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ഒരു കോമ്പോസിറ്റ് മാഗ്നറ്റിക് സർക്യൂട്ടിനെ തന്നെ നമുക്ക് സീരീസ് മാഗ്നറ്റിക് സർക്യൂട്ട് എന്നും പറയാം. Next one is parallel magnetic circuit. A magnetic circuit which has two or more than two paths for the magnetic flux is called a parallel magnetic circuit. അതായത് ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് സാധാരണ ഇതുവരെ നമ്മൾ കണ്ടത് ഓൺലി വൺ പാത്ത് അല്ലേ, വൺ പാത്ത് ഫോളോ ചെയ്യുന്നു. പക്ഷേ പാരലൽ മാഗ്നറ്റിക് സർക്യൂട്ടിനകത്ത് മാഗ്നറ്റിക് ഫ്ലക്സ് വിച്ച് ഹാസ് two or more path ഉണ്ടായിരിക്കും. So the figure shows a magnetic circuit excited by a current of 1 ampere passing through n turns of a coil placed in the central limb. mmf equal to Ni create a flux of 5 Weber in the central limb of length Lc meter, and the flux gets divided into two fluxes phi1 and phi2 in the outer limb of length L1 and L2 meter respectively. Thus phi is equal to phi1 plus phi2. അപ്പോൾ സെൻട്രൽ ലിംബിലൂടെ പോകുന്ന ഫ്ലക്സ് ഫൈ രണ്ടായിട്ട് ഡിവൈഡ് ആവുകയാണ് phi1 ആൻഡ് phi2. അതാണ് പാരലൽ മാഗ്നറ്റിക് സർക്യൂട്ടിൻ്റെ പ്രത്യേകത. ആൻഡ് ദ ടു മാഗ്നറ്റിക് പാത്ത് ABCD ആൻഡ് AFED ആർ ഇൻ പാരലൽ. വി വിൽ സേ ദാറ്റ് ദ ടു പാത്ത് ABCD ആൻഡ് AFED ആർ ഇൻ പാരലൽ. So the ampere turns required for this parallel circuit is equal to the ampere turns required for any one of the path. That means the total mmf required will be equal to mmf required for path AD plus mmf required for path ABCD or AFED. അവിടെ നമ്മൾ ഏതെങ്കിലും ഒരു പാത്തിൻ്റെ mmf മാത്രം നമ്മൾ എടുത്താൽ മതി. സോ ടോട്ടൽ mmf കണ്ടുപിടിക്കുമ്പോൾ mmf required for path AD എടുക്കുക. അതെന്തായാലും മസ്റ്റാണ്. ആ mmf നമുക്ക് കണ്ടുപിടിച്ചേ പറ്റൂ. പ്ലസ് mmf റിക്വയർഡ് ഫോർ പാത്ത് ABCD ഓർ AFE, ആ രണ്ട് പാത്തിൽ ഏതെങ്കിലും ഒന്ന് മാത്രം നമ്മൾ എടുത്താൽ മതി. ദാറ്റ് മീൻസ് ടോട്ടൽ mmf ഇസ് ഈക്വൽ ടു 5 ഇൻറ്റു S പ്ലസ് phi1 S1 ഓർ 5 ഇൻറ്റു S പ്ലസ് phi2 S2. അപ്പോൾ phi1 S1 അല്ലെങ്കിൽ phi2 S2, ആ രണ്ടിൽ ഒന്നേ നമുക്ക് ആവശ്യമുള്ളൂ. Where S is the reluctance of the central limb, S1 is the reluctance of the path ABCD, S2 is the reluctance of the path AFED. Now S is equal to S is equal to LC by mu naught mu r C into AC. S1 equal to L1 by mu naught mu r1 into A1. S2 is equal to L2 by mu naught mu r2 into A2. So the equivalent circuit of the magnetic circuit is shown in figure is as follows. From the equivalent circuit, the total reluctance of the magnetic path may be computed as S total is equal to S1 plus S plus S1 parallel to S2. That is equal to S plus S1 S2 divided by S1 plus S2. അതാണ് നമ്മുടെ ടോട്ടൽ റിലക്റ്റൻസിൻ്റെ ഇക്വേഷൻ. S total equal to S1 plus once again S total is equal to S plus S1 S2 divided by S1 plus S2. Flux may be computed as flux equal to mmf divided by reluctance, that is equal to Ni divided by S total. If S1, S2 and S3 are the three reluctance in parallel, then the equivalent reluctance is given by 1 by S equivalent equal to 1 by S1 plus 1 by S2 plus 1 by S3. In series, we will sum up
the individual reluctances. And in parallel, total reluctance is given by 1 by S equivalent equal to 1 by S1 plus 1 by S2 plus 1 by S3. Equivalent reluctance. So next one is leakage and fringing in magnetic circuit. The flux which does not follow the desired path in a magnetic circuit is called leakage flux. അപ്പോൾ ഒരു മാഗ്നറ്റിക് സർക്യൂട്ടിൽ ഫ്ലക്സിനൊരു ഡിസൈഡ് പാത്ത് ഉണ്ട്. പക്ഷേ ആ ഡിസൈഡ് പാത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകുന്ന ഫ്ലക്സ് അതാണ് ലീക്കേജ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ. കൺസിഡർ ആൻ അയൺ റിംഗ് വിത്ത് എയർ ഗ്യാപ്പ് ആസ് ഷോൺ ഇൻ ഫിഗർ. ലെറ്റ് എ കോയിൽ ബി വൗണ്ട് ഓൺ പോർഷൻ ഓഫ് ദ റിംഗ്. Let a current I flows through the coil. The complete flux produced in the ring by the current does not flow through the core. A small quantity of flux leaks through the air surrounding the iron ring, and this flux is called leakage flux. This leakage flux cannot be utilized for any purpose. അപ്പോൾ ലീക്കേജ് ഫ്ലക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. അവിടെ കറണ്ട് ഐ ഫ്ലോ കോയിലിലൂടെ കറണ്ട് ഐ ഫ്ലോ ചെയ്യുന്നു. കംപ്ലീറ്റ് ഫ്ലക്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ റിംഗ് ബൈ ദ കറണ്ട് ഡസ് നോട്ട് ഫ്ലോ ത്രൂ ദ കോർ. അപ്പോൾ ഫ്ലക്സ് മൊത്തത്തിലായിട്ട് കോറിലൂടെ ഫ്ലോ ചെയ്യുന്നില്ല. ഒരു സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ഫ്ലക്സ് അതിൽ നിന്ന് ലീക്കായി പോകുന്നുണ്ട് ത്രൂ ദി എയർ സറൗണ്ടിങ് ദ അയൺ റിംഗ്. ആ അയൺ റിങ്ങിന് ചുറ്റി കുറച്ച് ഫ്ലക്സ് ലീക്കായി പോകുന്നു. ആ ഫ്ലക്സിനെയാണ് നമ്മൾ ലീക്കേജ് ഫ്ലക്സ് എന്ന് പറയുക. ആൻഡ് ടോട്ടൽ ഫ്ലക്സ് സെറ്റപ്പ് ഇസ് ഈക്വൽ ടു യൂസ്ഫുൾ ഫ്ലക്സ് പ്ലസ് ലീക്കേജ് ഫ്ലക്സ് ആയിരിക്കും. അതാണ് ടോട്ടൽ ഫ്ലക്സ് എന്ന് പറയുന്നത്. കുറച്ച് ഫ്ലക്സ് എന്ത് ചെയ്യും, ഡിസൈഡ് പാത്തിലൂടെ പോവാതെ അവിടെ നിന്ന് ലീക്കായി പോവാണ്. ദാറ്റ് ഈസ് ലീക്കേജ് ഫ്ലക്സ്. ലീക്കേജ് ഫാക്ടർ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ടോട്ടൽ ഫ്ലക്സ് ടു ദ യൂസ്ഫുൾ ഫ്ലക്സ്. ലീക്കേജ് ഫാക്ടർ ഡിനോട്ട് ചെയ്യുന്നത് ലാംഡയാണ് എന്ന ലെറ്റർ ഉപയോഗിച്ചാണ്. സോ ലീക്കേജ് ഫാക്ടർ ലാംഡ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫ്ലക്സ് ഡിവൈഡഡ് ബൈ യൂസ്ഫുൾ ഫ്ലക്സ്. നെക്സ്റ്റ് ഈസ് ഫ്രിഞ്ചിങ് ഫ്ലക്സ്. വാട്ട് ഈസ് ഫ്രിഞ്ചിങ് ഫ്ലക്സ്? Out of the total flux in air gap, a part of the flux diverges outside the main air gap. As a result, effective cross-sectional area of the air gap increases and the flux density in the air gap decreases. The diverging flux is called the fringing flux. Okay. ഇവിടെയും അതേപോലെ തന്നെ ഫ്രിഞ്ചിങ് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ഗ്യാപ്പിലെ ടോട്ടൽ ഫ്ലക്സിൽ ഒരു ഭാഗം പാർട്ട് ഓഫ് ദ ഫ്ലക്സ് എന്ത് ചെയ്യും, ഡൈവേർജ് ചെയ്ത് പോവാണ്. മെയിൻ എയർ ഗ്യാപ്പിൽ നിന്ന് ഡൈവേർജ് ചെയ്ത് പോവാണ്. എ പാർട്ട് ഓഫ് ദ ടോട്ടൽ ഫ്ലക്സ് ഡൈവേർജ് ചെയ്യുന്നു ഔട്ട്സൈഡ് ദ മെയിൻ എയർ ഗ്യാപ്പ്. സോ ആസ് എ റിസൾട്ട് എഫക്റ്റീവ് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് എയർ ഗ്യാപ്പ് ഇൻക്രീസസ്. അപ്പോൾ കുറച്ച് ഫ്ലക്സ്, അതായത് പാർട്ട് ഓഫ് ദ ഫ്ലക്സ് ഡൈവേർജ് ആയി പോയപ്പോൾ എയർ ഗ്യാപ്പിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ഇൻക്രീസ് ആയി. അപ്പോൾ അവിടുത്തെ ഫ്ലക്സ് ഡെൻസിറ്റി ഡിക്രീസ് ആയി. ഫ്ലക്സ് ഡെൻസിറ്റി ഇൻ ദ എയർ ഗ്യാപ്പ് ഡിക്രീസ് ആയി. ആ ഡൈവേർജ് ചെയ്തു പോയ ഫ്ലക്സിനെയാണ് നമ്മൾ ഫ്രിഞ്ചിങ് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഒരു ബ്രിട്ടീഷ് സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള മൈക്കൽ ഫാരഡേയാണ് ഈ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫിനോമിനൻ കണ്ടുപിടിച്ചത്. അദ്ദേഹം ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ ചെയ്തതിന് ശേഷം അവസാനം അദ്ദേഹം ഇത് കണ്ടുപിടിച്ചു. അതായത് ഒരു മൂവിങ് മാഗ്നറ്റിക് ഫീൽഡ് ഒരു EMF ഉണ്ടാക്കും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു കണ്ടുപിടുത്തം. ഇതാണ് ഈ ഒരു EMI ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, ഈ ഒരു പ്രിൻസിപ്പിൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് മോട്ടർ, ജനറേറ്റർ, ട്രാൻസ്ഫോമർ അതൊക്കെ വർക്ക് ചെയ്യുന്നത്. ഇതിനെ ബേസ് ചെയ്തിട്ടാണ്. ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. 2 ലോ ആണുള്ളത്, ഫസ്റ്റ് ലോയും സെക്കൻഡ് ലോയും. ഫസ്റ്റ് ലോ പറയണത്, ദിസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് വെനെവർ ദർ ഇസ് എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ കോയിൽ ആൻഡ് EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ഇറ്റ്. അതായത് ഒരു കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സിന് എന്തെങ്കിലും ചേഞ്ച് വരുമ്പോൾ അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. അതാണ് ഫസ്റ്റ് ലോ. സെക്കൻഡ് ലോ എന്ന് പറയുന്നത്, ദിസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ദ സർക്യൂട്ട്. അതായത് ഈ ഒരു അവിടെ ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു EMF, ആ ഒരു ഇൻഡ്യൂസ്ഡ് EMFൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്കിങ് വിത്ത് ദ സർക്യൂട്ട്.
അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സിന് ഈക്വൽ ആയിരിക്കും അവിടെ ഇൻഡ്യൂസ് ചെയ്തിട്ടുള്ള EMFൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് E = d∅/dt. d∅ എന്ന് പറയുന്ന ആ ഒരു റേറ്റ് ഓഫ് ചേഞ്ച് അതിന്, അതായത് ആ ഒരു ചേഞ്ചിന് d∅/dt റേറ്റ് ഓഫ് ചേഞ്ചിന് ഡിനോട്ട് ചെയ്യുന്നതാണ്. n എന്ന് പറയുന്നത് n നമ്പർ ഓഫ് ടേൺ ഉള്ള ഒരു കോയിലാണെങ്കിൽ അതിലുള്ള അതായത് ഇൻഡ്യൂസ്ഡ് EMF കാണാനുള്ള ഇക്വേഷൻ E = n d∅/dt. പിന്നെ അടുത്തത് ഇതിൽ പറയുന്നത് ലെൻസസ് ലോ. ലെൻസസ് ലോ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു, അതായത് ഒരു മാഗ്നറ്റിക് ഫ്ലെക്സിന് ചേഞ്ച് ഉണ്ടാകുമ്പോൾ അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിപ്പോൾ ഒരു ക്ലോസ്ഡ് ലൂപ്പാണെങ്കിൽ, നമ്മൾ ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് ആണെങ്കിൽ അവിടെ ഒരു EMF മാത്രമല്ല ഒരു കറണ്ട് കൂടി ഇൻഡ്യൂസ്ഡ് കറണ്ടും ഉണ്ടാവും. അങ്ങനെ ഇൻഡ്യൂസ് ചെയ്യണ EMFൻ്റെയോ അല്ലെങ്കിൽ ഇൻഡ്യൂസ് ചെയ്യണ ആ ഒരു കറണ്ടിൻ്റെയോ ഡയറക്ഷൻ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ലെൻസസ് ലോ ഉപയോഗിക്കുക. ഇൻഡ്യൂസ്ഡ് EMFൻ്റെയും ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെയും ഡിറക്ഷനാണ് നമുക്ക് ഈ ഒരു ലെൻസസ് ലോ എന്ന് കിട്ടുന്നത്. The direction of the induced current is such that it opposes the very cause which produces it. അതായത് ഈ ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യാൻ കാരണക്കാരൻ ആരാണോ അതിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും. അതാണ് ലെൻസസ് ലോ പറയുന്നത്. ആ ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ടോ അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMFോ ഉണ്ടാവാൻ കാരണക്കാരൻ ആരാണോ, അതായത് ആ ഒരു ഫ്ലക്സ് ചേഞ്ച്, ഇപ്പോൾ ഫ്ലക്സ് ചേഞ്ച് ഉണ്ടാവുക പല രീതിയിലുണ്ടാവാം. ഒന്നെങ്കിൽ നമ്മൾ അത് മാഗ്നറ്റിനെ അതിൻ്റെ അടുത്തേക്ക് മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ കോയിലിനെ മൂവ് ചെയ്യിപ്പിക്കുമ്പോൾ, അങ്ങനെയൊക്കെ പല രീതിയിലുണ്ടാവാം. അപ്പോൾ ആ ഒരു ചേഞ്ച് വരുത്തുന്നത് ആരാണോ അതിനെ ഒപ്പോസ് ചെയ്യണ ആ ഒരു ചേഞ്ചാണ് ഈ ഒരു ഇൻഡ്യൂസ്ഡ് EMFോ അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് കറണ്ടോ ഉണ്ടാവാൻ കാരണം. അതിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ ഒരു കറണ്ടിൻ്റെ ഡയറക്ഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ ഈ ഒരു ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഡയറക്ഷൻ ഉണ്ടാവുക. അതാണ് ഇവിടെ പറയുന്നത്. അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ശരിക്കുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് E = -n d∅/dt എന്നാണ്. ഈ ഒരു നെഗറ്റീവ് സൈന് എന്താണ്, ഈ ഒരു ഇത് ഒപ്പോസ് ചെയ്യുന്ന ഒരു ഡയറക്ഷനിലാണ്, ഈ ഒരു ഇൻഡ്യൂസ്ഡ് EMF അതിൻ്റെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുന്ന ഡയറക്ഷനിലാണ് എന്നുള്ള രീതി, അതിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഈ ഒരു നെഗറ്റീവ് സൈൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അടുത്തത് ഇൻഡ്യൂസ്ഡ് EMF രണ്ട് തരത്തിലുണ്ട്. ഒന്ന് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMFും ഒന്ന് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMFും. ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF അതിൻ്റെ കേസ് പറയുകയാണെങ്കിൽ അവിടെ ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും, സ്റ്റേഷനറി ആയിരിക്കും. കണ്ടക്ടർ അതിന് അക്രോസ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ടാവും. അതാണ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMFൻ്റെ കേസ്. സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMFൻ്റെ കേസ് എന്ന് പറയുന്നത് കണ്ടക്ടർ എന്തായിരിക്കും, അവിടെ സ്റ്റേഷനറി ആയിരിക്കും. ആൻഡ് ദ ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് ഇറ്റ് ഈസ് ചേഞ്ച്ഡ്. ഒരു കണ്ടക്ടർ സ്റ്റേഷനറി ആയിട്ടിരിക്കും, പക്ഷേ അതിൽ ലിങ്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഫ്ലക്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. മാഗ്നറ്റിക് ഫ്ലക്സ് എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF നമുക്കിവിടെ ഈ ഒരു പിക്ചറിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ്, അതായത് രണ്ട് കേസസ് തന്നിട്ടുണ്ട്. ഒന്ന് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, രണ്ട് കേസിലും ഡൗൺ ആയിട്ടാണ്. അതായത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് താഴത്തോട്ടാണ്. പിന്നെ ഒരു L ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടർ ഫസ്റ്റത്തെ കേസിൽ V വെലോസിറ്റിയിൽ ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ നമ്മൾ ഇൻഡ്യൂസ്ഡ് EMF ഈ ഒരു കേസിലുള്ള, അതായത് ഫീൽഡ് സ്റ്റേഷനറിയാണ്, കണ്ടക്ടർ അതിന് അക്രോസ് ആയിട്ട് മൂവ് ചെയ്യുന്നു. ഈ ഒരു കേസിലുള്ള ഇൻഡ്യൂസ്ഡ് EMF കാണാനുള്ള ഇക്വേഷൻ E = BLV sin θ. അതാണ് ഇക്വേഷൻ. ഇവിടെ തീറ്റ എന്ന് പറയുന്നത്, B എന്ന് പറയുന്നത് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, L എന്ന് പറയുന്നത് ഈ ഒരു കണ്ടക്ടറിൻ്റെ ലെങ്ത്ത്, V എന്ന് പറയുന്നത് അതിൻ്റെ വെലോസിറ്റി, ആ കണ്ടക്ടർ മൂവ് ചെയ്യുന്ന വെലോസിറ്റി, പിന്നെ തീറ്റ എന്ന് പറയുന്നത് ഈ ഒരു വെലോസിറ്റി, ഈ കണ്ടക്ടർ മൂവ് ചെയ്യുന്ന ആ ഒരു വെലോസിറ്റി ഉണ്ടല്ലോ, അത് ഈ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആയിട്ട് ഉണ്ടാക്കുന്ന ഈ ഒരു ആംഗിളിനെയാണ് നമ്മൾ തീറ്റ എന്ന് പറയുക. അതിനെയാണ് തീറ്റ എന്ന് പറയുക. അപ്പോൾ ഫസ്റ്റുള്ള ഫിഗറിൽ ഇവിടെ കണ്ടക്ടർ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ തീറ്റ എന്ത് വരും, 90 ഡിഗ്രി വരും. തീറ്റ 90 ഡിഗ്രി വരും. സൈൻ 90 എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഫസ്റ്റിലെ കേസിലെ അവിടുത്തെ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് E = BLV ആണ്.
സെക്കൻഡ് കേസിൽ ഒരു പെർട്ടിക്കുലർ ആംഗിളിലാണ് ഈ ഒരു കണ്ടക്ടർ മൂവ് ചെയ്യുന്നത്. ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് ഒരു പെർട്ടിക്കുലർ ആംഗിളിലാണ്, ഒരു തീറ്റ ആംഗിളിലാണ് ഈ ഒരു കണ്ടക്ടർ മൂവ് ചെയ്യുന്നത്. ആ ഒരു കേസിൽ നമ്മൾ നോക്കുമ്പോൾ അവിടുത്തെ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് E = BLV sin തീറ്റ. നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. A straight conductor of length 2 meter moves at right angle to a uniform magnetic field of flux density 2 Weber per meter square with a uniform velocity of 40 meter per second. Calculate the induced EMF in the conductor. Find the value of induced EMF when the conductor moves at an angle of 45 degree with the direction of the field. ആദ്യത്തെ കേസിൽ അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ക്വാണ്ടിറ്റീസ് ഒക്കെ എടുത്ത് എഴുതുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നത് 2 Weber per meter square ആണ്. ലെങ്ത്ത് തന്നിട്ടുണ്ട് 2 മീറ്റർ ആണ്. വെലോസിറ്റി 40 മീറ്റർ പെർ സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. ഇൻഡ്യൂസ്ഡ് EMF ഫസ്റ്റത്തെ കേസിൽ 90 ഡിഗ്രിയിലാണ് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് E = VLB അങ്ങനെ ആയിരിക്കും വരിക. അപ്പോൾ നമുക്ക് അതനുസരിച്ചിട്ട് 90 ഡിഗ്രി ആവുകൊണ്ട് sin 90 = 1 ആണ്. അപ്പോൾ അങ്ങനെ അത് വെച്ചിട്ട് നമുക്ക് 2 × 2 × 40 160 വോൾട്ട് എന്ന് പറഞ്ഞിട്ട് കിട്ടും. സെക്കൻഡ് കേസിൽ ഇവിടെ നമ്മൾ ഈ ഒരു കണ്ടക്ടർ ഒരു 45 ഡിഗ്രി മേക്ക് ചെയ്യുന്നുണ്ട്. ഈ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി ആയിട്ട് ഫീൽഡുമായിട്ട് ഒരു 45 ഡിഗ്രി ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീറ്റ അവിടെ 45 കൊടുത്തിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യാം. നെക്സ്റ്റ് കേസ് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF. സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMFും രണ്ട് തരത്തിലുണ്ട്. ഒന്ന് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ഉണ്ട്, ഒന്ന് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF ഉണ്ട്. സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ആൻഡ് സെൽഫ് ഇൻഡക്റ്റൻസ്. സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോയിലിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാവുമ്പോൾ ആ സെയിം കോയിലിൽ തന്നെ EMF ഇൻഡ്യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയാം. അതായത് അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഒരു കോയിലിലേക്ക്, അപ്പോൾ ഈ ഫിഗറിൽ തന്നിട്ടുള്ള ഈ ഒരു ഇതിൽ നമ്മൾ ഇതിൻ്റെ അപ്ലൈഡ് വോൾട്ടേജ് നമ്മൾ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ആ അപ്ലൈഡ് വോൾട്ടേജ് ചേഞ്ച് ചെയ്യുമ്പോൾ അതിലുള്ള കറണ്ടും എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും. ആ കറണ്ട് ചേഞ്ച് ചെയ്യുമ്പോൾ അതിലുള്ള മാഗ്നറ്റിക് ഫ്ലക്സിനും എന്തുണ്ടാവും, ചേഞ്ച് വരും. ആ ചേഞ്ച് കാരണം അവിടെ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയാം. ഇവിടെ ലെൻസസ് ലോ പ്രകാരം ഇവിടുത്തെ ഈ ഒരു EMF എന്ന് പറയുന്നത് അത് ഇൻഡ്യൂസ് ചെയ്യാൻ കാരണക്കാരനായ ആളെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലാണ്. അതായത് മാഗ്നറ്റിക് ഫ്ലെക്സ് ആണ് ഇവിടെ ഈ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യാൻ കാരണം. ആ ഒരു മാഗ്നറ്റിക് ഫ്ലെക്സിലുള്ള ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യണ അല്ലെങ്കിൽ ആ ഒരു മാഗ്നറ്റിക് ഫ്ലെക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ ഈ ഒരു ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഡയറക്ഷൻ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ എന്തെന്ന് പറയും, കൗണ്ടർ EMF അല്ലെങ്കിൽ ബാക്ക് EMF എന്ന് പറയും. പിന്നെ ഇതിൽ പറയാനുള്ളത് ദ പ്രോപ്പർട്ടി ഓഫ് ദ കോയിൽ വിച്ച് ഒപ്പോസസ് എനി ചേഞ്ച് ഓഫ് കറണ്ട് ഓർ ഫ്ലക്സ് ത്രൂ ഇറ്റ്. ഈ ഒരു ആ ഒരു കോയിലിൽ ഉള്ള കറണ്ടിൻ്റെ ചേഞ്ചിനോ അല്ലെങ്കിൽ ഫ്ലെക്സിൻ്റെ ചേഞ്ചിനോ ഒപ്പോസ് ചെയ്യാനുള്ള ആ ഒരു കോയിലിൻ്റെ ആ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയാം. അതിന് നമ്മൾ എല്ലും കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. പിന്നെ സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ എക്സ്പ്രഷൻ അതൊക്കെയാണുള്ളത്. നമ്മൾ ഡിറൈവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് L = N⁵/I എന്ന് കിട്ടും. സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ കോയിൽ ഈസ് ദ ഫ്ലക്സ് ലിങ്കേജസ് പെർ ആംപിയർ. അതായത് സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ ആ ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ഇതെന്ന് പറയുന്നത് ഫ്ലക്സ് ലിങ്കേജസ് പെർ ആംപിയർ ആണ്. പിന്നെ അടുത്തത് മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF. മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കോയിൽ ഉണ്ടായിരിക്കും, രണ്ട് നെയ്ബറിങ് കോയിൽ ഉണ്ടാവും. ഒരു കോയിലിൻ്റെ മാഗ്നറ്റിക് ആ കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സിന് ചേഞ്ച് ഉണ്ടാകുമ്പോൾ നെയ്ബറിങ് കോയിലിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുക. ഇവിടെ നമുക്ക് രണ്ട് കോയിലുണ്ട്, P and S, അങ്ങനെ രണ്ട് കോയിലുണ്ട്. അതിൽ ഇപ്പോൾ
പി എന്ന് പറഞ്ഞ കോയിലിൽ ഉള്ള കറണ്ടിനെ എന്തെങ്കിലും പി പ്രൈമറി കോയിലും എസ് സെക്കൻഡറി കോയിലുമാണ്. അപ്പോൾ ഈ ഒരു പ്രൈമറി കോയിലുള്ള കറണ്ടിന് എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഈ പ്രൈമറിയിലും സെക്കൻഡറിയിലും ലിങ്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ഇ എം എഫിൽ ചേഞ്ച് വരുത്തും. ഈ പ്രൈമറി കോയിലുള്ള കറണ്ടിന് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഈ രണ്ട് കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഇ എം എഫിനും ഇ എം എഫ് അല്ല, ഈ രണ്ട് കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് ഫ്ലക്സിനും എന്തുണ്ടാവും? ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഈ രണ്ട് കോയിലും പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും രണ്ടും എന്താണ്? മ്യൂച്വലി കപ്പിൾഡ് ആയിട്ട് കിടക്കുകയാണ്. പിന്നെ mutual inductance between the two coils is the property by which change of current in one coil induces voltage in another coil. അതായത് പ്രൈമറി കോയിലിൽ കറണ്ടിന് ചേഞ്ച് ഉണ്ടാകുമ്പോൾ സെക്കൻഡറി കോയിലിൽ ഒരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും. അതാണ് ആ ഒരു ആ രണ്ട് കോയിലിൻ്റെയും ഇടയിലുള്ള മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്. അതാണ്. പിന്നെ മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്, നമ്മളപ്പോൾ ഇവിടെ രണ്ട് കോയിലുണ്ട്, രണ്ട് മാഗ്നറ്റിക്കലി കപ്പിൾഡ് ആയിട്ടുള്ള പി ആൻഡ് എസ് രണ്ട് കോയിലുണ്ട്, പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും. പ്രൈമറി കോയിലിൽ N1 നമ്പർ ഓഫ് ടേൺസും സെക്കൻഡറി കോയിലിൽ N2 നമ്പർ ഓഫ് ടേൺസും ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു I1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കറണ്ട് പ്രൈമറി കോയിലിലൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. അത് Φ1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലെക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഹോൾ ഫ്ലെക്സും സെക്കൻഡറി കോയിലുള്ള നമ്പർ ഓഫ് ടേണുമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ Φ1 ഈക്വൽ ടു എന്താണ്? Φ2 ആണ്. ആ ഈ ഒരു സെക്കൻഡറി കോയിലുള്ള ഫ്ലെക്സിനെ നമ്മൾ എന്തെന്ന് പറയും? Φ2 എന്ന് പറയും. അപ്പോൾ ഈ Φ1 ഈക്വൽ ടു Φ2 ആണ്. പിന്നെ നമ്മൾ ലെൻസസ് ലോ പ്രകാരം നമ്മൾ E2 ഈസ് ഈക്വൽ ടു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നത് ഏതിലാണ്? സെക്കൻഡറി കോയിലാണ്. അപ്പോൾ E2 ഈസ് ഈക്വൽ ടു -N2d∅/dt. അങ്ങനെ എഴുതി നമ്മൾ, അതായത് കറണ്ടിന് ചേഞ്ച് ഉണ്ടാവുന്നത് പ്രൈമറിയിലാണ്, അതേപോലെ തന്നെ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്നത് സെക്കൻഡറിയിലാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ വെച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ, മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ ഇക്വേഷൻ M ഈസ് ഈക്വൽ ടു N2∅/I1 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇക്വേഷൻ നമുക്ക് കിട്ടും. അപ്പോൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് M ഈസ് ഈക്വൽ ടു N2∅/I1. അതേപോലെ തന്നെ നമ്മൾ മറ്റതിൻ്റെയാണ് കാണുന്നത്. ഇതിപ്പോൾ സെക്കൻഡിൽ, ഈ ഫസ്റ്റ് കോയിലിൻ്റെ വെച്ചിട്ടാണ് കാണുന്നതെങ്കിൽ M ഈസ് ഈക്വൽ ടു N1∅/I2 അതിൻ്റെ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണെങ്കിൽ അങ്ങനെ. അപ്പം നമുക്ക് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ കിട്ടി. ഇനി അവിടുത്തെ ഇ എം എഫ് കാണാനുള്ള ഇക്വേഷൻ E ഈസ് ഈക്വൽ ടു -MdI1/dt. M എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി അല്ലെങ്കിൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയും, കോഎഫിഷ്യൻറ്റ് ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയും. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഹെൻറിയാണ്. അതേപോലെ തന്നെ നമ്മൾ സെൽഫ് ഇൻഡക്ഷൻ്റെ അവിടുത്തെ ഇ എം എഫ് കാണാനുള്ള ഇക്വേഷനും E ഈസ് ഈക്വൽ ടു -LdI/dt എന്നാണ്. അവിടെ I എന്ന് പറയുന്നത് എന്താണ്? N∅ ആണ്. I ഈസ് ഈക്വൽ ടു N∅. അവിടെ ഈ ഒരു സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റും എന്താണ്? ഹെൻറിയാണ്. മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റും ഹെൻറിയാണ്. അടുത്തത് കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ്. അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ്റെ കേസിൽ രണ്ട് കോയിൽ, പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും എടുത്തു. അവിടുത്തെ കേസിൽ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൈമറി കോയിലിൽ അവിടെ ഉണ്ടായിട്ടുള്ള ആ ഒരു ഫ്ലെക്സ് കംപ്ലീറ്റ്ലി, അവിടെ ലിങ്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഫ്ലെക്സ് കംപ്ലീറ്റ്ലി എന്തുമായിട്ടും ആ ഒരു സെക്കൻഡറി കോയിലായിട്ടും കൂടി ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്നാണ്. അവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ഫ്ലെക്സ് സെക്കൻഡറി കോയിലായിട്ടും കൂടി കംപ്ലീറ്റ് ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്നാണ്. പക്ഷേ പ്രാക്ടിക്കലി അങ്ങനെ ഒരു ഇത് പോസിബിൾ അല്ല, ശരിക്കും അങ്ങനെ ഉണ്ടാവില്ല. കംപ്ലീറ്റ് ഫ്ലെക്സ് ഒരു സെക്കൻഡറി കോയിലുമായിട്ട് ലിങ്ക് ചെയ്യില്ല. അതിൻ്റെ ഒരു ഫ്രാക്ഷൻ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? സെക്കൻഡറി കോയിലുമായിട്ട് ലിങ്ക് ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു ഫ്രാക്ഷൻ എന്ന് പറയുന്നത്, അതിന് നമ്മൾ K1 കൊടുക്കാം. ആ K1 എന്ന് പറയുന്നത് എന്താണ്? 1-നേക്കാളിലും കുറവാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഫ്ലെക്സിനെ നമ്മൾ K1, ആ ഒരു സെക്കൻഡറി കോയിലുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഫ്ലെക്സിനെ നമ്മൾ K1∅1 എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷൻ, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കാണാനുള്ള ആ ഒരു ഇക്വേഷൻ എന്തായിട്ട് മാറും? N2 K1∅1/I1.
അങ്ങനെ വരും ആ ഒരു ഇക്വേഷൻ. അതായത് ആ ഒരു ഫുൾ ഫ്ലക്സ് സെക്കൻഡറി ആയിട്ട് ലിങ്ക് ചെയ്യുന്നില്ല, അതിൻ്റെ ഒരു ഫ്രാക്ഷൻ മാത്രം. ആ ഒരു ഫ്രാക്ഷനെയാണ് നമ്മൾ K1 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. ആ ഒരു ഫ്രാക്ഷൻ മാത്രം എന്ത് ചെയ്യുള്ളൂ, സെക്കൻഡറി ആയിട്ട് ലിങ്ക് ചെയ്യുള്ളൂ, സെക്കൻഡറി കോയിലുമായിട്ട്. അതേപോലെ തന്നെ സിമിലർലി കംപ്ലീറ്റ് ഫ്ലക്സ് Φ2 പ്രൊഡ്യൂസ്ഡ് ഇൻ ദ സെക്കൻഡ് കോയിൽ എസ് ഡസ് നോട്ട് ലിങ്ക്ഡ് വിത്ത് ദ ഫസ്റ്റ് കോയിൽ P. അതേപോലെ തന്നെ ഈ ഒരു സെക്കൻഡറി കോയിലിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കംപ്ലീറ്റ് ഫ്ലക്സും പ്രൈമറി കോയിലുമായിട്ട് ലിങ്ക് ചെയ്യുന്നില്ല, അതിൻ്റെ ഒരു ഫ്രാക്ഷൻ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, പ്രൈമറി കോയിലുമായിട്ട് ലിങ്ക് ചെയ്യുള്ളൂ. അതിന് നമ്മൾ K2 എന്ന് കൊടുക്കാം. ഈ ഒരു K2 എന്താണ്, ഈ 1-നേക്കാട്ടിലും കുറവാണ്. അപ്പം നമ്മൾ പ്രൈമറി കോയിലിൻ്റെ ആ ഒരു മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ M ഈസ് ഈക്വൽ ടു N1 K2 Φ2 ബൈ I2 എന്ന് എഴുതാം. നമ്മൾ ഈ രണ്ട് ഇക്വേഷനും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ M² ഈസ് ഈക്വൽ ടു N2 K1 Φ1 ബൈ I1 ഇൻറ്റു N1 K2 Φ2 ബൈ I2 എന്ന് കിട്ടും. അപ്പം നമ്മൾ ലാസ്റ്റ് ഇത് ചെയ്ത് വരുമ്പോൾ M² ഈസ് ഈക്വൽ ടു ഈ N1 Φ1 ബൈ I1 എന്നുള്ളതിനെ നമ്മൾ L1 N2 Φ2 ബൈ I2 എന്നുള്ളതിനെ L2 എന്നും കൊടുക്കാം. അപ്പോൾ M² ഈസ് ഈക്വൽ ടു K1 K2 ഇൻറ്റു L1 L2 അങ്ങനെ ഒരു ഇക്വേഷനായിട്ടാണ് നമുക്ക് കിട്ടുക. L1 L2 എന്ന് പറയുന്നത് പ്രൈമറി കോയിലിൻ്റെയും സെക്കൻഡറി കോയിലിൻ്റെയും സെൽഫ് ഇൻഡക്റ്റൻസിനെ കാണിക്കുന്നു. പിന്നെ രണ്ട് കോയിൽ, ഇവിടെ പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും രണ്ടും ഒരേ ഫ്രെയിമിലാണ്, ഒരേ ഇതിലാണ് വൂണ്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരേ കോറിലാണ് വൂണ്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ K1 K2 എന്തായിരിക്കും, രണ്ടും സെയിം ആയിരിക്കും. ഈ K എന്ന് പറയുന്നതാണ് കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്തായിരിക്കും, രണ്ടിൻ്റെയും കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ് എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ M² ഈസ് ഈക്വൽ ടു K² L1 L2 അതാണ് ഇക്വേഷൻ. അതിന് നമ്മൾ കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിങ്ങിൻ്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുകയാണെങ്കിൽ K ഈസ് ഈക്വൽ ടു M ബൈ റൂട്ട് ഓഫ് L1 L2. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷനാണ്. K ഈസ് ഈക്വൽ ടു കോഎഫിഷ്യൻ്റ് ഓഫ് കപ്ലിംഗ്, K ഈസ് ഈക്വൽ ടു M ബൈ റൂട്ട് ഓഫ് L1 L2. അടുത്തത് ഒരു സോളിനോയിഡിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ. അതായത് ആ ഇക്വേഷൻ നമ്മൾ പഠിച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ ഒരു L ലെങ്ത് ഉള്ള ഒരു സോളിനോയിഡ് തന്നിട്ടുണ്ട്, N നമ്പർ ഓഫ് ടേൺസ് ആണ്. I എന്ന് പറയുന്നത്, ഇവിടെ നമ്മളൊരു സോളിനോയിഡിൻ്റെ ഒരു പിക്ചർ നമുക്ക് തന്നിട്ടുണ്ട്, ഒരു അയൺ കോർഡ് സോളിനോയിഡിൻ്റെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. L ലെങ്ത്ത്, N നമ്പർ ഓഫ് ടേൺസ്, I കറണ്ട് ത്രൂ ദ സോളിനോയിഡ്, A ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ സോളിനോയിഡ്, L സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ദ സോളിനോയിഡ്. അവിടെ നമുക്ക് ഫ്ലെക്സ് കാണാനുള്ള ഇക്വേഷൻ MMF ബൈ റിലക്റ്റൻസ് എന്ന് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാം, ഫ്ലെക്സ് Φ ഈസ് ഈക്വൽ ടു MMF എന്ന് പറയുന്നത് NI ആണ്. പിന്നെ റിലക്റ്റൻസ് S ഈസ് ഈക്വൽ ടു L ബൈ μ0 μr ഇൻറ്റു A, അതാണ് റിലക്റ്റൻസിൻ്റെ ഇക്വേഷൻ. ബട്ട് നമുക്കിവിടെ L ഈസ് ഈക്വൽ ടു N5 ബൈ I എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്, നേരത്തെ പഠിച്ചിട്ടുണ്ട് സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ കേസിൽ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ Φ ഈസ് ഈക്വൽ ടു LI ബൈ N അങ്ങനെ ഒരു ഇക്വേഷനും നമ്മൾ അതിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഈ രണ്ട് ഇക്വേഷനും എന്ത് ചെയ്യുക, രണ്ടും ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ സെൽഫ് ഇൻഡക്റ്റൻസിന് നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടും. L ഈസ് ഈക്വൽ ടു N² A ഇൻറ്റു μ0 μr ബൈ L, അതായത് ലെങ്ത്ത് സ്മോൾ എൽ ലെങ്ത്തിനെയാണ്, സോളിനോയിഡിൻ്റെ ലെങ്ത്തിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. പിന്നെ റിലക്റ്റൻസ് വെച്ചിട്ട് നമുക്കൊരു ഇക്വേഷനും കൂടി ഉണ്ട്. അതെന്ന് പറയുന്നത് സെൽഫ് ഇൻഡക്റ്റൻസ് L ഈസ് ഈക്വൽ ടു N² ബൈ S. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആണ്, ഈ രണ്ടും പഠിക്കുക. അടുത്തത് പറയുന്നത് സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ ഓഫ് ഇൻഡക്റ്റേഴ്സ്. അതായത് ഇൻഡക്റ്റേഴ്സിൻ്റെ സീരീസും പാരലലും ആയിട്ടുള്ള കോമ്പിനേഷൻ. നമ്മൾ ഇപ്പോൾ ഇൻഡക്റ്റേഴ്സിന് സീരീസായിട്ട് ഫസ്റ്റ് പറയണത് സീരീസായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. സീരീസായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫ്ലെക്സസ് സെയിം ഡയറക്ഷനിൽ വരുന്ന രീതിയിലും കണക്ട് ചെയ്യാം, ഓപ്പോസിറ്റായിട്ട് വരുന്ന രീതിയിലും ഫ്ലെക്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം, സീരീസായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഫ്ലെക്സ് സെയിം ഡയറക്ഷനിലാണ് വരണമെങ്കിൽ നമ്മൾ അതിനെ സീരീസ് എയ്ഡിങ് എന്ന് പറയും. ഫ്ലെക്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നതെങ്കിൽ നമ്മൾ അതിനെ സീരീസ് ഒപ്പോസിങ് കണക്ഷൻ എന്ന് പറയും.
ഈ ഫസ്റ്റ് കാണിക്കുന്ന ഫിഗറിൽ, അതായത് ഇപ്പോൾ നമ്മൾ ഈ കറണ്ട്, ഈ ഒരു ഡോട്ട് ഉണ്ടല്ലോ ഇൻഡക്ടറിൻ്റെ അവിടെയുള്ള ഈ ഒരു ഡോട്ട്, ഈ കറണ്ട് രണ്ട് ഇൻഡക്ടറിൻ്റെയും ഈ ഒരു രണ്ട് ഇൻഡക്ടറിലുള്ള ഈ ഒരു ഡോട്ടിലേക്ക് കറണ്ട് എൻ്റർ ചെയ്യുകയാണ്, അല്ലെങ്കിൽ രണ്ട് ഇൻഡക്ടറിലുള്ള ഈ ഒരു ഡോട്ടിലേക്ക് ഡോട്ടിൽ നിന്ന് കറണ്ട് ലീവ് ചെയ്യുക. ഒന്നെങ്കിൽ ആ ഒരു ഡോട്ടിലേക്ക്, രണ്ട് ഇൻഡക്ടറിലെയും ഡോട്ടിലേക്ക് കറണ്ട് എൻ്റർ ചെയ്യുമോ, അല്ലെങ്കിൽ രണ്ട് ഇൻഡക്ടറിലുള്ള ഡോട്ടിൽ നിന്ന് കറണ്ട് ലീവ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ സീരീസ് എയ്ഡിങ് കണക്ഷൻ എന്ന് പറയും. ഏതെങ്കിലും ഒരു ഇൻഡക്ടറിലെ ഡോട്ടിലേക്ക് കറണ്ട് എൻ്റർ ചെയ്യും, മറ്റേ ഇൻഡക്ടറിലെ ഡോട്ടിൽ നിന്ന് കറണ്ട് ലീവ് ചെയ്യുകയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് പറയും? സീരീസ് ഒപ്പോസിങ് കണക്ഷൻ എന്ന് പറയും. അത് അങ്ങനെയുള്ളൂ. പിന്നെ സീരീസ് എയ്ഡിങ് കണക്ഷനിൽ ഫ്ലെക്സ് എന്തായിരിക്കും? ഫ്ലെക്സ് സെയിം ഡയറക്ഷനിലായിരിക്കും, ഫ്ലെക്സ് അഡിക്റ്റീവ് ആയിരിക്കും. പിന്നെ അവിടെ ഉള്ള ആ ഒരു മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കാരണം ഉണ്ടാവുന്ന മ്യൂച്വൽ ഇൻഡക്ഷൻ കാരണം ഉണ്ടാവുന്ന ആ ഒരു EMF പോസിറ്റീവ് ആയിരിക്കും. സീരീസ് ഒപ്പോസിങ് കണക്ഷനിലാണെങ്കിൽ അവിടെ ഫ്ലെക്സ് എന്തായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. കാരണം ഒന്നിലേക്ക് എൻ്റർ ചെയ്യും, ഒന്നിന്ന് ലീവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലെക്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അവിടുത്തെ EMF എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇൻഡ്യൂസ്ഡ് EMF നെഗറ്റീവ് ആയിരിക്കും. പിന്നെ സീരീസ് എയ്ഡിങ്ങിലെ ഇൻഡക്റ്റൻസിൻ്റെ എഫക്റ്റീവ് ഇക്വാലൻ്റ് ആയിട്ടുള്ള ഇൻഡക്റ്റൻസിൻ്റെ ഇക്വേഷൻ L equivalent is equal to L1 plus L2 plus 2M. സീരീസ് ഒപ്പോസിങ് കണക്ഷനിലാണെങ്കിൽ L ഇക്വാലൻറ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് L1 plus L2 minus 2M. ഇനി നമ്മൾ രണ്ട് ഇൻഡക്ടർ കോയിലിനെ നമ്മൾ പാരലലായിട്ടാണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൽ നമുക്ക് ജസ്റ്റ് ഇക്വേഷൻ മാത്രമേ നമുക്ക് പറയാനുള്ളൂ. എയ്ഡിങ് ഇതേപോലെ തന്നെ പാരലൽ എയ്ഡിങ്ങും ഉണ്ട്, പാരലൽ ഒപ്പോസിങ്ങും ഉണ്ട്. എയ്ഡിങ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ്? ആ ഡോട്ടിലേക്ക് കറണ്ട് എൻ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ ലീവ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ. ഒപ്പോസിങ് എന്ന് പറയുന്നത് ഒന്നിൽ കറണ്ട് എൻ്റർ ചെയ്യുകയും ചെയ്യുക, ഒന്നിൽ കറണ്ട് ലീവ് ചെയ്യുകയും ചെയ്യുക. അതാണ് ഒപ്പോസിങ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പാരലൽ കണക്ഷനിൽ പാരലൽ എയ്ഡിങ്ങിലെ L ഇക്വാലൻ്റ് എന്ന് പറയുന്നത് L1 L2 minus M square by L1 plus L2 minus 2M. അതാണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി പാരലൽ ഒപ്പോസിങ്ങിലെ L ഇക്വാലൻ്റ് ആണ് നമ്മൾ സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ ഇക്വാലൻ്റ് സെൽഫ് ഇൻഡക്റ്റൻസ് ആണ് കാണേണ്ടതെങ്കിൽ L1 L2 minus M square by L1 plus L2 plus 2M. അതാണ് അതിൻ്റെ ഇക്വേഷനായിട്ട് വരുന്നത്. ഇപ്പോൾ ഈ നമ്മൾ സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ ഓഫ് ഇൻഡക്റ്റേഴ്സ് ഇത് സിലബസിലില്ല, പക്ഷെ എന്നാലും ഞാൻ വെറുതെ പറഞ്ഞു എന്നുള്ളൂ. ഇനിയിപ്പോൾ ആവശ്യം ഉള്ളവർക്ക് നോക്കാം. ഇതെന്തായാലും സിലബസിലില്ല. അടുത്ത് നമുക്ക് ജസ്റ്റ് കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് വൺ, 2 identical coils of 400 turns എന്ന് പറയുമ്പോൾ തന്നെ ഈച്ച് ലൈ ഇൻ പാരലൽ പ്ലെയിൻ. അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് എന്താണ്? അത് ഒരു മ്യൂച്വൽ ഇൻഡക്ഷൻ്റെതാണെന്ന് മനസ്സിലാവും. പാരലൽ പ്ലെയിൻ ആൻഡ് പ്രൊഡ്യൂസ്ഡ് ദ ഫ്ലക്സ് ഓഫ് 0.04 വെബർ. ഇഫ് കറണ്ട് 8 ആംപിയർ ഈസ് ഫ്ലോയിങ് ഇൻ വൺ കോയിൽ, ഫൈൻഡ് ഔട്ട് ദ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ബിറ്റ്വീൻ ദ കോയിൽ. അതിൻ്റെ എങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസാണ് പറഞ്ഞിട്ടുള്ളത്. മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് N25/I1 അതാണ്. ഇവിടെ നമ്മൾ കറണ്ട് തന്നിട്ടുണ്ട്. I1 എന്ന് പറയുന്നത് 8 ആംപിയർ ആണ്. അതേപോലെ തന്നെ ഫൈ എന്ന് പറയുന്നത് ഫ്ലക്സ് എന്ന് പറയുന്നത് 0.04 വെബർ ആണ്. പിന്നെ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് N2. രണ്ടിലും നമുക്ക് തന്നിട്ടുള്ളത് 400 ടേൺസ് ആണ് നമ്പർ ഓഫ് ടേൺസ് തന്നിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ വെച്ച് കാണാം. 400 ഇൻറ്റു 0.4/8 നമുക്ക് 2 ഹെൻറി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആൻസർ കിട്ടും. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ, എ കോയിൽ ഈസ് വൂണ്ട് വിത്ത് 220 ടേൺസ് ആൻഡ് ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് 50 ohm. അപ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് 220 ആണ്. റെസിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട് 50 ohm ആണ്.
if existing voltage is 200 volt and magnetic flux is 0.08 Weber, calculate the ഇൻഡക്റ്റൻസ് സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിൽ. അതായത് L ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. നമുക്ക് റെസിസ്റ്റൻസ് ഇവിടെ തന്നിട്ടുണ്ട്, പിന്നെ അതേപോലെ തന്നെ വോൾട്ടേജ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കറണ്ട് കണ്ടുപിടിക്കാം. ആദ്യം I ഈസ് ഈക്വൽ ടു V/R ചെയ്യാം. 200/50 ഈസ് ഈക്വൽ ടു 4 ആംപിയർ കിട്ടും. പിന്നെ നമുക്ക് ഇവിടെ എന്തൊക്കെയുണ്ട്, I കിട്ടിയിട്ടുണ്ട്, പിന്നെ 5 കിട്ടിയിട്ടുണ്ട്, N കിട്ടിയിട്ടുണ്ട്. L ഈസ് ഈക്വൽ ടു N5/I എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 220 ഇൻറ്റു 0.08/4 ഈസ് ഈക്വൽ ടു 4.4 ഹെൻറി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കോയിൽ ഓഫ് 200 ടേൺസ്, നമ്പർ ഓഫ് ടേൺസ് 200 ആണ്, carries a current 4 ampere, I is equal to 4 ampere. The magnetic flux linkage with coil, flux linkage 5 എന്ന് പറയുന്നത് നമുക്ക് 0.02 വെബർ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിൽ ഇഫ് ദ കറണ്ട്, ആദ്യം നമ്മൾ ഇൻഡക്റ്റൻസ് കാണാം, L കാണാൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇഫ് ദ കറണ്ട് യൂണിഫോമിറ്റി റിവേഴ്സ്ഡ് ഇൻ 0.02 സെക്കൻഡ്, കറണ്ട് എന്താണ് 0.02 സെക്കൻഡിൽ കറണ്ട് എന്ത് ചെയ്തെന്ന്, അതായത് റിവേഴ്സ് ചെയ്തു എന്ന് വിചാരിക്കാം. യൂണിഫോമിറ്റി റിസർവ്ഡ് അല്ല, റിവേഴ്സ്ഡ് ആണ്. അവിടെ കറണ്ട് എന്ത് ചെയ്തു, റിവേഴ്സ് ചെയ്തു 0.02 സെക്കൻഡിൽ. അപ്പോൾ കാൽക്കുലേറ്റ് ദ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF ഇൻ ദ കോയിൽ, അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമുക്കിവിടെ സെൽഫ് ഇൻഡക്റ്റൻസ് കാണാനാണ്. L ഈസ് ഈക്വൽ ടു N5/I എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് 200 ഇൻറ്റു 0.02/4, അപ്പോൾ നമുക്ക് 1 ഹെൻറി ആൻസർ കിട്ടും. പിന്നെ ഇവിടെ കറണ്ട് റിവേഴ്സ് ചെയ്തു. അടുത്തത് നമുക്ക് തന്നിട്ടുള്ളത് സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF കാണാനാണ്. E ഈസ് ഈക്വൽ ടു LdI/dt, അതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് L കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് ടൈം തന്നിട്ടുണ്ട് 0.02 സെക്കൻഡിലാണ് അത് കറണ്ട് റിവേഴ്സ് ചെയ്യുന്നത്. കറണ്ട് റിവേഴ്സ് ചെയ്തു എന്ന് പറയുമ്പോൾ അവിടെ കറണ്ടിന് ഉണ്ടാവുന്ന ചേഞ്ച് DI എന്ന് പറയുന്നത്, കറണ്ട് എത്രയാണ്, 4 ആംപിയർ ആണ്. അപ്പോൾ ചേഞ്ച് കാണാൻ നമ്മൾ എന്താണ്, I2 മൈനസ് I1 അങ്ങനെ ചെയ്യാം. പിന്നെ റിവേഴ്സ് ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനൊരു നെഗറ്റീവ് സൈനോട് ഇട്ട് കൊടുക്കണം. അപ്പോൾ DI ഈസ് ഈക്വൽ ടു 4 മൈനസ് 4. I2 എന്ന് പറയുന്നത് 4 തന്നെ, I1നെ നമ്മൾ എന്ത് കൊടുക്കുക, -4 ആയിട്ട് കൊടുക്കുക. റിവേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു വെക്ടോറിയൽ, ആ ഒരു വെക്ടറൊക്കെ ഡീൽ ചെയ്യുന്ന പോലെ അങ്ങനെ കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, രണ്ടും കൂടി ആഡ് ചെയ്യാം. രണ്ട് വെക്ടേഴ്സ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം, അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ നമ്മളത് ആഡ് ചെയ്യുകയാണ് ചെയ്യുക, അഡിറ്റീവ് പ്രോപ്പർട്ടി അങ്ങനെയാണ്. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക, കറണ്ടിനെ, അപ്പം നമ്മൾ കറണ്ട് റിവേഴ്സ് ചെയ്യാണല്ലോ ചെയ്തത്, അപ്പോൾ രണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്യുക, അതിൻ്റെ ഡയറക്ഷൻ വെച്ചിട്ട് നമുക്ക് 8 ആംപിയർന്ന് കിട്ടും. അപ്പോൾ ഇൻഡ്യൂസ്ഡ് EMF E ഈസ് ഈക്വൽ ടു L 1 ആണ്, 1 ഇൻറ്റു DI നമുക്ക് എത്ര കിട്ടി, 8 ആംപിയർ കിട്ടി, ബൈ DT എന്ന് പറയുന്നത് 0.02 ഈസ് ഈക്വൽ ടു 400 വോൾട്ട് നമുക്ക് EMF കിട്ടും. അതാണ് തേർഡ് ക്വസ്റ്റ്യൻ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ, അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ. 2 identical coils P and S each having 500 turns lie in parallel planes. Current in coil P changing at the rate of 500 ampere per second induces EMF of 1 volt in coil S. Calculate the mutual inductance between the coils. The self-inductance of each coil is 50 millihenry. Calculate the flux produced in coil P per ampere of current and coefficient of coupling between the two coils. അതിൽ നമുക്ക് ആദ്യം നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് ആണ്. നമുക്കിവിടെ വോൾട്ടേജ് തന്നിട്ടുണ്ട്, ഇൻഡ്യൂസ്ഡ് EMF തന്നിട്ടുണ്ട്, പിന്നെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കറണ്ട് അത് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന്ന് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കാണാൻ ഇൻഡ്യൂസ്ഡ് EMFൻ്റെ ഇക്വേഷൻ ഉണ്ട്, E2 ഈസ് ഈക്വൽ ടു M ഇൻറ്റു DI1/dt.
അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. അതിന് നമുക്ക് M=E2/dI1/dt. അത് വെച്ചിട്ട് നമുക്ക് എന്ത് കാണാം? മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കാണാം. പിന്നെ നമുക്ക് ഓരോ കോയിലിൻ്റെയും സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് 50 മില്ലി ഹെൻറി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ L1=N1∅1/I1 എന്ന് പറഞ്ഞിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഫ്ലെക്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ കോയിൽ 1, അതായത് പ്രൈമറി കോയിലുള്ള ഫ്ലെക്സ് പ്രൊഡ്യൂസ്ഡ് പെർ ആംബിയർ ഓഫ് കറണ്ട്, അതായത് ∅1/I1 നമുക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാം. അത് L1/N1 ആണ്. അതെന്ന് പറയുന്നത് 50 × 10⁻³ എന്ന് പറയുന്നത് 10⁻⁴ വെബർ പെർ ആംബിയർ. നമുക്ക് അതിൻ്റെ വാല്യൂ കിട്ടും. പിന്നെ നമുക്ക് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ സെൽഫ് ഇൻഡക്റ്റൻസ് നമുക്കറിയാം. ഓരോന്നിൻ്റെയും നമുക്ക് സെൽഫ് ഇൻഡക്റ്റൻസ് 50 മില്ലി ഹെൻറി ഈച്ച് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോഎഫിഷ്യൻറ്റ് ഓഫ് കപ്ലിംഗ് K=M/√L1 × L2. അത് വെച്ചിട്ട് നമുക്ക് 0.48 അല്ലെങ്കിൽ 48% എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടും? കോഎഫിഷ്യൻറ്റ് ഓഫ് കപ്ലിംഗ് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. An air solenoid has 300 turns. Its length is 25 cm and cross-sectional area 3 cm². Calculates its self-inductance. If the coil current of 10 ampere is completely interrupted in 0.04 second, calculate the induced EMF. അതും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം നമുക്കിവിടെ N തന്നിട്ടുണ്ട് 300, ലെങ്ത്ത് 25 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. അതിനെ 0.25 മീറ്റർ എന്നാക്കുക. ഏരിയ നമുക്ക് 3 cm² തന്നിട്ടുണ്ട്. അതിനെ 3 × 10⁻⁴ m²ക്ക് ആക്കുക. ഒരു എയർ സോളിനോയിഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ μr എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. അപ്പോൾ നമുക്ക് ഇത്രയും ഡീറ്റെയിൽസ് തന്നു കഴിഞ്ഞാൽ സെൽഫ് ഇൻഡക്റ്റൻസ് ഒരു എയർ സോളിനോയിഡിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചു. N² A × μ0μr/L സ്മോൾ l. എന്ന് പറയുന്നത് 300² ഇൻറ്റു ഏരിയ 3 × 10⁻⁴ ഇൻറ്റു 4π × 10⁻⁷ ആണ് μ0 എന്ന് പറയുന്നത്, ഇൻറ്റു 1 ബൈ ലെങ്ത് എന്ന് പറയുന്നത് 0.25 മീറ്റർ. എല്ലിൻ്റെ വാല്യൂ നമുക്ക് 1.357 × 10⁻⁴ ഹെൻറി എന്ന് കിട്ടും. ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുന്നത് അതിൻ്റെ ഇക്വേഷൻ L × dI/dt ആണ്. എല്ലിൻ്റെ വാല്യൂ നമുക്ക് ഇവിടെ കിട്ടി. ഇൻറ്റു dI/dt എന്ന് പറയുന്നത് കറണ്ട് നമുക്ക് 10 ആംപിയർ തന്നിട്ടുണ്ട്, ടൈം 0.04 തന്നിട്ടുണ്ട്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0.034 വോൾട്ടിന് ഇൻഡ്യൂസ്ഡ് EMFൻ്റെ വാല്യൂ കിട്ടും. പിന്നെ അടുത്ത ക്വസ്റ്റ്യനും ഇതേപോലെ തന്നെയാണ്, സെയിം പാറ്റേണിൽ വരുന്നതാണ്. അതിൻ്റെ അടുത്തതൊക്കെ ഇതേപോലെ തന്നെ വരുന്നതാണ്. പിന്നെ 8th ക്വസ്റ്റ്യൻ പറയുന്നത് എ കണ്ടക്ടർ ഓഫ് 2 meter ലോങ് മൂവ്സ് അറ്റ് റൈറ്റ് ആംഗിൾ ടു എ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് ഫ്ലക്സ് ഡെൻസിറ്റി ഇവിടെ വാല്യൂ തന്നിട്ടില്ല. ഫ്ലക്സ് ഡെൻസിറ്റി 1 ആയിരിക്കും, 1 ടെസ്ല. with a velocity of 12.5 meter/second, what will be the induced EMF in the conductor? ഇൻഡ്യൂസ്ഡ് EMF റൈറ്റ് ആംഗിളിലാണ് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ അവിടെ ഫീൽഡ് സ്റ്റേഷനറിയാണ്, കണ്ടക്ടറാണ് മൂവ് ചെയ്യുന്നത്. സോ ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഈക്വൽ ടു BLV. 1 × 2 × 12.5 ഈസ് ഈക്വൽ ടു 25 വോൾട്ട്. അങ്ങനെ കിട്ടും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ 9th ക്വസ്റ്റ്യൻ. 9th ക്വസ്റ്റ്യനിൽ 2 coils having 150 and 200 turns respectively are wound side by side on closed magnetic circuit of cross section 1.5 × 10⁻² meter square.
and mean length 3 meter. The relative permeability of the magnetic circuit is 2000. Calculate the mutual inductance between the coils. The voltage induced in the second coil if the current changes from 0 to 10 ampere in first coil in 20 millisecond. അത്രയാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. അതിൽ N1 നമുക്ക് 150, N2 200, ഏരിയ എന്ന് പറയുന്നത് 1.5 × 10⁻² മീറ്റർ സ്ക്വയർ. പിന്നെ ലെങ്ത്ത് നമുക്ക് 3 മീറ്റർ തന്നിട്ടുണ്ട്. പിന്നെ റിലേറ്റീവ് പെർമിയബിലിറ്റി 200 തന്നിട്ടുണ്ട്. അപ്പോൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ M ഈസ് ഈക്വൽ ടു μ0 μr N1 N2 × A/L. അതാണ്. നേരത്തെ സെൽഫ് ഇൻഡക്റ്റൻസ് ആണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ μ0 μr N² A/L എന്നായിരുന്നു. ഇവിടെ നമുക്ക് N1 N2 സെപ്പറേറ്റ് ആണ്, അത് രണ്ടിനും വേറെ വേറെ വാല്യൂ ആണ്. അതുകൊണ്ട് നമുക്ക് എന്താണ് അത് രണ്ടും അങ്ങനെ എടുത്തെഴുതാം. അപ്പോൾ മ്യൂച്വൽ ഇൻഡക്റ്റൻസ് നമുക്ക് 0.3768 ഹെൻറി കിട്ടും. പിന്നെ di/dt എന്ന് പറയുന്നത് I2 - I1 ബൈ പിന്നെ 20 മില്ലി സെക്കൻഡ് ആണ്. അതിനെ നമുക്ക് സെക്കൻഡിലേക്ക് ആക്കണം. 20 × 10⁻³ അതിന് നമുക്ക് EMF കാണാൻ E ഈസ് ഈക്വൽ ടു M × di/dt വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ 188.4 വോൾട്ട് കിട്ടും. ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യനും ഇതേപോലെ തന്നെ നമ്മൾ ഈ ചെയ്ത അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യനാണ്. അതുകൊണ്ട് അതിനി പറയണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്തത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 16th ആണ്. 2 coupled coils connected in series have an equivalent inductance of 0.725 when connected in aiding and 0.425 when connected in opposing. Find self and mutual inductance if coefficient of coupling is 0.42. അപ്പോൾ നമ്മൾ സീരീസ് എയ്ഡിങ്ങിൽ കണക്ട് ചെയ്താൽ കിട്ടിയിട്ടുള്ള ഇക്വാലൻറ്റ് സെൽഫ് ഇൻഡക്റ്റൻസ് അതെന്ന് പറയുന്നത് 0.725 ആണ്. അത് അഡിറ്റീവ് ആണ്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് L1 + L2 + 2M അത് ഈക്വൽ ടു 0.725. ഇനി അടുത്തത് ഒപ്പോസിങ്ങിൽ കണക്ട് ചെയ്താൽ ഉള്ളത് എന്ന് പറയുന്നത് അതിൻ്റെ ഇക്വേഷൻ L1 + L2 - 2M ആണ്. അത് ഈക്വൽ ടു 0.425. അത് സബ്സ്ട്രാക്റ്റീവ് ആണ്, അത് ഒപ്പോസിങ് ആയിട്ടാണല്ലോ. സോ ഫസ്റ്റിലെ എയ്ഡിങ്ങിൽ കണക്ട് ചെയ്ത് തന്നെ നമ്മളെ ഇക്വേഷൻ നമ്പർ 1ഉം ഒപ്പോസിങ്ങിൽ കണക്ട് ചെയ്ത് തന്നെ നമ്മളെ ഇക്വേഷൻ നമ്പർ 2 കൊടുക്കണം. എന്നിട്ട് നമ്മൾ അതിന്ന് നമുക്ക് ഇക്വേഷൻ 1 നിന്ന് ഇക്വേഷൻ 2നെ സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എമ്മിൻ്റെ വാല്യൂ കിട്ടും. M ഈക്വൽ ടു 0.075 എന്ന് കിട്ടും മ്യൂച്വൽ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ. അതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1ൽ കൊടുക്കുക. അതിൽ ആ ഒരു എമ്മിൻ്റെ വാല്യൂ ഇക്വേഷൻ നമ്പർ 1ൽ കൊടുത്തു കഴിഞ്ഞാൽ L1 + L2 + 0.075 × 2 ഈസ് ഈക്വൽ ടു 0.725 എന്ന് കിട്ടും. അതായത് നമുക്ക് ഈ ഒരു അപ്പം നമുക്ക് L1 + L2 + 0.15 ഈക്വൽ ടു 0.725 എന്ന് കിട്ടും. L1 + L2 ഈക്വൽ ടു 0.575 ഹെൻറി എന്ന് നമുക്ക് കിട്ടും. അത് ഒരു ഇക്വേഷൻ, അതായത് അതിന് നമുക്ക് തേർഡ് ഇക്വേഷനായിട്ട് കൊടുക്കാം. ഇനി നമുക്ക് L1 + L2ന് നമുക്കൊരു വാല്യൂ കിട്ടി. ഇനി നമ്മുടെ അടുത്ത് ഓൾറെഡി ഒരു ഇക്വേഷൻ ഉണ്ട്, M ഈക്വൽ ടു K × √L1 L2. അതിൽ നമ്മൾ എമ്മിൻ്റെയും കെയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ അത് ചെയ്യുമ്പോൾ അത് ചെയ്ത് നമ്മൾ L1 L2 നമുക്ക് എന്ത് കിട്ടും, അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വാല്യൂ ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് L1 × L2 എന്ന് പറയുന്നത് 0.0318 എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാല്യൂ കിട്ടും. അതിന്ന് നമ്മൾ L1 എന്ന് പറയുന്നത് 0.0318/L2 അങ്ങനെ നമ്മൾ L1നെ കൊടുക്കണം. എന്നിട്ട് ആ L1നെ നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമ്പർ 3ൽ കൊടുക്കുക. L1 + L2 ഈക്വൽ ടു 0.575 എന്നുള്ളതിൽ കൊടുക്കുക. അപ്പോൾ 0.0318/L2 + L2 ഈക്വൽ ടു 0.575 ആണ്. അതിനെ പിന്നെ നമ്മൾ ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്തൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പോലെ കിട്ടും. L2² -
0.575 L2 പ്ലസ് 0.0318 ഈക്വൽ ടു 0 അങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. അതിന് പിന്നെ നമ്മളത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? L1ൻ്റെ വാല്യൂ കിട്ടും. അല്ല L2ൻ്റെ വാല്യൂ കിട്ടും. പിന്നെ നമുക്ക് L1ൻ്റെ വാല്യൂ അതിന് L1 പ്ലസ് L2 നമുക്കൊരു വാല്യൂ കിട്ടിയിട്ടുണ്ടല്ലോ. പിന്നെ നമുക്ക് അതിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ അത് സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇക്വേഷനിൽ അത് കൊടുക്കുക. അപ്പം നമുക്ക് മറ്റേ വാല്യൂ L1ഉം L2ഉം അതേപോലെ തന്നെ കിട്ടും. ഇതിൽ ഇത്ര തന്നെ പറയാനുള്ളൂ. ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.